ആദ്യം മുതൽ ആരംഭിക്കുകയാണ്. ശിവപുരാണത്തിൽ ആദ്യമായിട്ട് ശനിപ്രദോഷ മഹാത്മ്യമാണ്. ഹരിശ്രീ ഗണപതിയേ നമ. അവിഘ്നമസ്തു. രണ്ടാളും കൂടി കുറച്ച്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതിയേ നമ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. സാരമാം കഥാമൃതമിനിയും ചൊല്ലിയിടുന്നേൻ ഘോരമാമഘാമയം നീങ്ങുവാൻ മഹൗഷധം. ജീവനും ശരീരവും ചിത്തവും കാരണവും ഭാവവും കർമ്മങ്ങളും ദുഃഖവും സുഖങ്ങളും ധർമ്മവും അധർമ്മവും പുത്രമിത്രാദികളും ശർമ്മവും സമസ്തവും സർവനെന്നറിഞ്ഞാലും ഹോമതർപ്പണം ജപം ധ്യാനമെന്നിവയെല്ലാം വാമദേവനെ കുറിച്ചാത്തയാ ചെയ്യുന്നാകി സീമയില്ലതിൻ ഫലം മാമുനി ശ്രേഷ്ഠന്മാരെ സോമശേഖരൻ കാമദായകൻ സദാ നൃണാം. ശുദ്രനും ചണ്ടാലനും മൂകനും മുക്തന്മാർക്കും രുദ്രസേവായാഗതി സംഭവിച്ചിടുന്നു. ഇന്ന ജാതി എന്നില്ല ശംഭുസേവനം ചെയ്യിൽ ഉന്നതി ലഭിച്ചുടൻ മോക്ഷവും പ്രാപിച്ചിടും. എങ്കിലോ മഹാകാളക്ഷേത്രവാസിയാം മഹാശങ്കരൻ തൻ്റെ ഭക്തൻ ചന്ദ്രസേനനാം നൃപൻ ഉജ്ജയിനാക്കിയ പുരേ വാണിതു യഥാസുഖം. ദിഗ്ജയം ചെയ്തു മഹായാഗങ്ങൾ പല ചെയ്തു. അർത്തികൾക്കസംഖ്യമാം അർത്ഥദാനങ്ങൾ ചെയ്തു. പാർത്ഥിവൻ കൃതാർത്ഥനായി മേവുന്ന കാലത്തിങ്കൽ മാണിഭദ്രൻ എന്നുള്ള ദേവപാർഷദ ശ്രേഷ്ഠൻ ചോണിപനൊരു ചിന്താമണിയും ദാനം ചെയ്തു. ദിവ്യമാം ചിന്താമണി മേടിച്ചു നരേന്ദ്രനും ദ്രവ്യസമ്പന്നൻ മഹാഭാഗ്യവാൻ വിളങ്ങിനാൻ. അച്ഛന്ന പ്രകാശം കൊണ്ടർക്ക തുല്യമാമണി ഇച്ഛിച്ച വസ്തുക്കളെ തൽക്ഷണം ധ്യാനം ചെയ്യും. ദുഷ്ടമെങ്കിലും ശ്രുതമെങ്കിലും ധ്യാനിക്കിലും ഇഷ്ടമൊക്കെയും നൽകും ദിവ്യമാം ചിന്താരത്നം. ഉല്ലസന്മണിയുടെ തേജസ്സു തട്ടും നേരം കല്ലുകൾ സുവർണമാം കാടുകൾ കൽപ്പദ്രുമം മന്നിടം. അല്ല അത് നോക്കുന്നില്ല. ഓം ശ്രീകൃഷ്ണായ നമ. ഞാൻ നിർത്തും. നമ്മൾ വായിച്ചിരുന്നു. അച്ഛന പ്രകാശം കൊണ്ടർക്കല അത്തി ചന്ദ്രനെ ധരിക്കുന്ന ചന്ദ്രരാജനം പോലെ ചന്ദ്രസേനനാഥൻ പ്രകാശിച്ചു. എട്ടൊരിക്കലുമുള്ള ഭൂമികാലന്മാരെല്ലാം കേട്ടത് ചിന്താമണി പ്രഭവം മഹാത്ഭുതം. ഒട്ടുമേ സഹിച്ചില്ല മന്നവന്നൂയാതിട്ടമെന്നോർത്ത് ചിലർ വന്നു യാചനം ചെയ്താർ. കൊണ്ടുപോകാൻ ചിലർ വന്ന് ചോദിച്ചു തുടങ്ങിയാൽ കള്ളന്മാർ ചിലർ വന്ന് മോഷ്ടിപ്പാനതും വിട്ടാൽ 2 മാസത്തിനുള്ളിൽ കൊണ്ടെന്ന് ബോധിപ്പിക്കാൻ എൻ്റെ വാക്കെനിക്കില്ല തന്നാലും എന്നു ചിലർ ശാപമോഹിതന്മാരും ഭൂപതിമാർക്കോ മൃഗൻ ശോഭന ചിന്ത രത്നമാർക്കുമേ കൊടുത്തില്ല. ലജ്ജയും ലഘുത്വവും ക്രോധവും കലർന്നവൻ ദുർജനങ്ങള നൃഗന്മാരുടെ സമൂഹങ്ങൾ ഒക്കെ പരിഭവിച്ചങ്ങവർ പുറപ്പെട്ടു. വാദ്യമോഷങ്ങളോടും ആനകൾ കുതിരകൾ തേരുകൾ കാലാളുകൾ സൈനികം ചതുർവിധം സമൃദ്ധമാക്കിയിട ഞാൻ ഉജ്ജയിനാദീശന്റെ രാജ്യത്തെ തകർത്തുകൊണ്ടിജനം ജയിച്ചുടൻ രത്നവും പറിക്കണം പോലിന്ന് നടക്കിടൂ പാലിലെ ജനങ്ങളെ സാരമാം ചിന്താരത്നം കൈക്കലാക്കണം ജവാൻ. ഇങ്ങനെ പറഞ്ഞു വന്ന ആയുധങ്ങളും എടുത്തങ്ങു ചെന്നുജ്ജയിനി മന്ദിരം വിരോധിച്ച രാജസംഘങ്ങൾ വന്നു പോരിനു തുനിഞ്ഞുടൻ രാജധാനിയെ ചുഴന്നൊക്കവേ പരന്നപ്പോൾ രാജപുങ്കവൻ ചന്ദ്രസേനനും പുറപ്പെട്ടു. രാജശേഖരൻ മഹാകാളനെ സേവ ചെയ്തു. സ്നാനശുദ്ധനായി നൃപൻ ഭക്തിമാനാനാതുരാൻ മാനസം മഹേശ്വരൻ തങ്കലങ്ങുറപ്പിച്ചു. ധൂപദീപങ്ങൾ കൊണ്ടു പൂജയും നിവേദ്യവും ലാഭമെന്നിയേ ജപധ്യാനവും ഹോമങ്ങളും മാലകൾ വിളക്കുകൾ ശ്രീബലി പ്രദക്ഷിണം
നീലലോഹിത പ്രസാദാർത്ഥമായി തുടങ്ങിനാർ. അപ്പോഴൊരു ഗോപീദേവനെ കാൺമതിനായി തൽപദം പ്രവേശിച്ചു വണങ്ങി നിന്നിടിനാൾ. 5 വത്സരം വയസ്സുള്ളൊരു കുമാരനെ ചഞ്ചലാക്ഷിയാമവൾ തട്ടിക്കൊണ്ടങ്ങു ഒക്കത്തങ്ങു ദേവന്റെ തിരുമുമ്പിൽ ചെന്നുടൻ വന്ദിപ്പിച്ചു. സാവധാനമായി നിന്നു ദേവന്റെ പൂജ കണ്ടാൾ. പിന്നെയും തൊഴുതവൾ തീർത്ഥവും വാങ്ങിക്കൊണ്ടു തന്നെ വീട്ടിൽ ചെന്നു ഗോക്കളെ കറന്നുടൻ ക്ഷീരവും മോരും കൊണ്ടു നടന്നു വിറ്റു വന്നു. പാരാതെ നെല്ലും കുത്തി കഞ്ഞിയും വച്ചിടിനാൾ. പുത്രനന്നേരം കളി തൊട്ടിലിരുന്നുടൻ തത്ര നല്ലൊരു കല്ലും കൊണ്ടെന്നു പ്രതിഷ്ഠിച്ചു. പത്രങ്ങൾ കൊണ്ടു കളി പൂജകൾ തുടങ്ങിനാൾ. എത്രയും ഭക്ത്യാ പൂഴിച്ചോർ കൊണ്ടു നിവേദ്യവും ഉജ്ജയിനീശന്റെ ഉജ്ജയിന്യധീശന്റെ പൂജനപ്രകാരവും തൽജപ ധ്യാനങ്ങളും കണ്ടവൻ ഗ്രഹിക്കയാൽ വാരികൊണ്ടഭിഷേകം ലേപനം ഭസ്മം കൊണ്ടും ദാരുപത്രങ്ങൾ കൊണ്ടങ്ങർച്ചനം ക്രീഡാവേശാൽ വന്ദനം പ്രദക്ഷിണം പൂജനം നമസ്കാരം ചന്ദ്രശേഖര പ്രീതി പ്രാർത്ഥനാ സ്തോത്രങ്ങളും നീലകണ്ഠനെ സേവിച്ചിങ്ങിനെ സുഖിക്കുന്ന ബാലനെ വിളിച്ചങ്ങു മാതാവു മുര ചെയ്താൽ ഭക്ഷണത്തിനു വരികെന്നുടെ കുമാരക തൽക്ഷണം ചോറുണ്ടാക്കി പാർക്കുന്നു നിനക്കു ഞാൻ ക്രിയക്കൊണ്ടുണ്ണിക്കു വിശപ്പു മറന്നിതോ പീഡയുണ്ടെനിക്കു നീ ഭോജനം ചെയ്യായികയാൽ മാതൃഭാഷിതം കേട്ടിട്ടേതുമേ ഇളകില ചേതസാ ശിവധ്യാനം വ്യഗ്രനാം ഗോപീസുതൻ പിന്നെയും വിളിച്ചിതു ബാലനെ ഗോപാലിക ധന്യനാം പുത്രനേതും കേട്ടില്ല സമാധിയാൽ ഗോപിക അതു നേരം ചെന്നിതു തദന്തികെ കോപിച്ചു കുമാരനെ താടനം ചെയ്തിടിനാൾ. താടനം കൊണ്ടുമൊരു ചഞ്ചലമില്ലായകയാൽ ക്രീഡനം നശിപ്പിച്ചു തുടങ്ങി ജനനിയും അർച്ചനാബിംബം തച്ചു പറിച്ചങ്ങെറിഞ്ഞുടൻ മെച്ചമേറിന പുഷ്പമൊക്കവേ നശിപ്പിച്ചു. ഇങ്ങനെ നശിപ്പിച്ചു തന്നെ ഗേഹം പൊക്കു തിങ്ങിന കോപത്തോടെ വാണിതു ജനനിയും ശങ്കര ശിവ ശിവ ചന്ദ്രശേഖര പോറ്റി സങ്കടം കളകെന്നു കരഞ്ഞു കുമാരനും. ഭൂതലെ വീണു ബോധം കിട്ടുടനരക്ഷണം ജാതബോധനായുടൻ നേത്രങ്ങൾ മിഴിച്ചപ്പോൾ മുന്നിലമ്മാറു കണ്ടാൻ എത്രയും മനോഹരം തന്നെ നികേതനം പൊന്മയം മണിമയം പൊന്മണിസ്തംഭങ്ങളും മാളികകളും കണ്ടാൻ. അഗ്രതോ മണിസ്ഥലെ പാർവതീപതിയുടെ വിഗ്രഹം സുവർണരത്നോജ്വലം കാണായി വന്ന് ഒക്കെയും കണ്ടു ബാലൻ വിസ്മയം പൂണ്ടു. മുതാ ദീർഘമായി നമസ്കരിച്ചാനന്ദം മുടു ചൊന്നാൻ ത്രയംബക പുരാന്തക പാഹിമാം ജഗൽപദേ അമതന്നപരാധം ചെയ്തതു ക്ഷമിക്കേണം ചിന്മയാകൃതേ ഭവാൻ കാരുണ്യം പൂണ്ടുമയി. ജാനകി പോരെ. തൊൽപ്രഭാവത്തെ ഗ്രഹിക്കായകയാൽ വിമൂഢയാം മൽപ്രസൂൻ മഹാപാപം ചെയ്തിതു മഹേശ്വര. അല്പമെങ്കിലും മമത്വചരിതത്തെ കൊണ്ടു തൊൽപാപം നശിപ്പിച്ചിടേണമേ പോറ്റി. ഇപ്പോൾ ശങ്കര നമോസ്തുതേ ശാശ്വത നമോസ്തുതേ തിങ്കൾ ശേഖരാഹര ദുർജടേ നമോസ്തുതേ. ഇങ്ങനെ നമസ്കാരം ചെയ്തെഴുന്നേറ്റു ബാലൻ മംഗല ശിവാർച്ചനം ഇങ്ങനെ നമസ്കാരം ചെയ്തെഴുന്നേറ്റു ബാലൻ മംഗലൻ ശിവാർച്ചനം പിന്നെയും അനുഷ്ഠിച്ചാൻ. വാസനാവസാന വേഗമേ കുമാരകൻ വാസവ മന്ദിരം പുക്കു മാതൃസന്നിധോ ചൊന്നാൻ. ഓം ശ്രീ മഹാദേവായ നമ. വന്ദേ ശംഭുമുമാപതിം സുരഗുരും വന്ദേ ജഗൽകാരണം വന്ദേ പന്നകഭൂഷണം ച മൃഗധരം വന്ദേ പശൂനാംബദീം വന്ദേ സൂര്യശശാങ്കവഗ്നിനയനം വന്ദേ മുകുന്ദപ്രിയം വന്ദേ ഭക്തജനാശ്രയം ജവരദം വന്ദേ ശിവം ശങ്കരം വന്ദേ ശിവം ശങ്കരം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ശ്രീ മഹാദേവായ നമ. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ
നാരായണായേതി സമർപ്പയാമി. സർവം നാരായണേതി സമർപ്പയാമി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.